വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 3-4 അധ്യായങ്ങളിൽ പ്രവേശിക്കുക. ഈ അധ്യായത്തിലെ ദുഷ്ടന്മാരുടെ സ്വഭാവ സവിശേഷതയെ കുറിച്ച് പൗലോസ് പറയുക. അപ്പൊ നമ്മുടെ ഉള്ളിൽ ദുഷ്ടന്മാരുണ്ടെങ്കിൽ എപ്രകാരമായിരിക്കുമെന്ന് പറ്റി മനസ്സിലാക്കാൻ നമ്മെ ഒന്ന് വിചിന്തനം ചെയ്യാൻ ഈ വചനഭാഗം വളരെ നല്ലതാണ്. അപ്പോൾ സ്വാർത്ഥ സ്നേഹികൾ, ധനമോഹികളും, അഹങ്കാരികളും, ഗർവിഷ്ഠരും, ദൈവദൂഷകരും, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും, കൃതജ്ഞരും, വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. അവർ മനുഷ്യത്വമില്ലാത്തവരും, ഒന്നിനും വഴങ്ങാത്തവരും, അപവാദം പറയുന്നവരും, ആത്മനിയന്ത്രണമില്ലാത്തവരും, ക്രൂരന്മാരും, നന്മയെ വെറുക്കുന്നവരും, വഞ്ചകരും, എടുത്തുചാട്ടക്കാരും, അഹന്തയുള്ളവരും, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിന്റെ ചൈതന്യത്തെ നിഷേധിക്കും. അവരിൽ നിന്ന് അകന്നു നിൽക്കുക. വളരെ വ്യക്തമായി ഇന്നിന്ന ഘടകങ്ങളാണ് ഒരു ദുഷ്ടന്റെ സ്വഭാവ സവിശേഷത എന്ന് പൗലോസ് പറഞ്ഞിരിക്കുക. കൂടുതൽ വ്യാഖ്യാനം ആവശ്യമില്ലെന്ന് കരുതുക. ഇതിൽ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട്, അതായത് ഭക്തി നല്ല അനുഷ്ഠാനങ്ങളാണ്. പള്ളി പോകുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ടോ? തീർച്ചയായും പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ അതിന് മുമ്പിലുണ്ടായിരിക്കും, പള്ളിയിലൊക്കെ വളരെ മുമ്പിലുണ്ടായിരിക്കും. പക്ഷെ അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം വ്യക്തമായി പറയാം. അങ്ങനെയുള്ള വ്യക്തികളുണ്ട്, എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളുണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി പറയുക. 3-ാം അധ്യായം 8-ാം വാക്യം പറയുകയാണ്, യാനസും യാംബ്രസും മോശയെ എതിർത്തതുപോലെ ഈ മനുഷ്യർ സത്യത്തെ എതിർക്കുന്നു. ആരാണ് യാനസും യാംബ്രസും? നിങ്ങൾ ബൈബിളിലെ പഴയ നിയമത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വ്യക്തികളെ കാണാൻ, യാനസിനെയും യാംബ്രസിനെയും കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? തിരുവെഴുത്തിലില്ലാത്ത ആളുകളും വ്യക്തികളും വചനങ്ങളും പുതിയ നിയമ ഗ്രന്ഥകാരന്മാർ അതിലേക്ക് എഴുതിയിട്ടുണ്ട്. ഞാനെന്തിനാ പറഞ്ഞതറിയാമോ? പാരമ്പര്യത്തെ കുറിച്ച് വേണ്ടി പറയുന്നത്. അതായത് പാരമ്പര്യത്തിലും അതും പഴയ നിയമ പുസ്തകത്തിൽ ഇല്ലാത്തതുമായ, പഴയ നിയമ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് എവിടെ കാണാം? പുതിയ നിയമഗ്രന്ഥത്തിലെ തിരുവെഴുത്തുകൾ എന്നതുപോലെ കാണാൻ സാധിക്കും. ഇത് യൂദായുടെ ലേഖനത്തിലും ഇതുപോലെയുള്ള ഭാഗങ്ങളുണ്ട്. കർത്താവിന്റെ വരവിനെ പറ്റി ഹെനോക്കിന്റെ പുസ്തകം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് യൂദ പറയുന്നുണ്ട്. ഹെനോക്കിന്റെ പുസ്തകം പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അതിനെല്ലാം തിരുവെഴുത്തുന്നതുപോലെ തന്നെയാണ് ബൈബിൾ കാണുന്നത്, പുതിയ നിയമഗ്രന്ഥകാരൻ കാണുന്നത്. അതായത് പാരമ്പര്യവും വചനവും പഴയ നിയമഗ്രന്ഥത്തിലെ തിരുവെഴുത്തുകളും എല്ലാം ഒരുമിച്ചെടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളത്, സഭയിലുള്ളത്. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ ഇപ്രകാരം പറയുന്നത്, ബൈബിളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല, ബൈബിളിൽ ഉള്ളതും പാരമ്പര്യത്തിലുള്ളതും നാം സ്വീകരിക്കണം എന്നുള്ള വസ്തുത പറയുന്നതിന് കാരണം ഇതാണ്. കാരണം ആദിമസഭ അപ്രകാരം തന്നെയാണ് പഴയ നിയമത്തിലെ തിരുവെഴുത്തുകൾ എന്ന വണ്ണം പാരമ്പര്യത്തിലുള്ള എഴുത്തുകളെയും കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതിനൊരു തെളിവ് കൂടിയാണ് നാം ഇവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു വചനഭാഗം, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളത് മനസ്സിലാക്കണമേ. യേശു ക്രിസ്തുവിൽ ഐക്യപ്പെട്ടു കഴിഞ്ഞാൽ സുഖവും സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രബോധനം ഇന്ന് നമുക്കിടയിലേക്ക് കടന്നു വരുന്നുണ്ട്. മനസ്സിലാക്കണമേ, യേശു ക്രിസ്തുവിൽ ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. ആ പീഡനം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് എനിക്കുണ്ടായി എന്ന് ഭയപ്പെടുന്നു വേണ്ട. അതും കർത്താവിന്റെ അനുഗ്രഹത്താൽ ഉള്ളതാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവർക്കുള്ളതാണ്, കർത്താവിൽ ഐക്യപ്പെട്ടവർക്കുള്ളതാണ്. അപ്പോൾ ആ ഒരു വസ്തുത പൗലോസ് പറയുകയാണ്. 16-ാം തിരുവചനം, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. എന്തിനാണ് വിശുദ്ധ ഗ്രന്ഥം? വിശുദ്ധ ഗ്രന്ഥം ദൈവനിവേശിതമാണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. എന്തിനാണ് ദൈവനിവേശിതമായി ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നത്? അത് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ്? പ്രബോധനത്തിനെ, ശാസനത്തിനെ, തെറ്റുതിരുത്തലിനെ, നീതിയിലുള്ള പരിശീലനത്തിനെ. 4-ാമത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കുകയാണ്, വചനം പ്രസംഗിക്കുക,
സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗ്രതയോടെ വർത്തിക്കുക. ഒരു സുവിശേഷ പ്രഘോഷകൻ വചനം പ്രഘോഷിക്കുമ്പോൾ മുമ്പിൽ വലിയൊരു ജനം വേണം. സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിൽ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ 1-2 പേരുള്ളൂ, വിരലിൽ എണ്ണാവുന്ന ആളുകളെ ഉള്ളൂ എങ്കിൽ ഞാനിത് ഇവരോട് പ്രസംഗിക്കില്ല. വേറെ ആരെങ്കിലും പ്രസംഗിച്ചോളൂ, ആ 10 പേരല്ലുള്ളൂ, നിങ്ങൾ ആരെങ്കിലും നോക്കിക്കോളൂ, ഞാൻ പോവുകയാണ് എന്ന് പറയാൻ പാടില്ല. ചെറിയ പള്ളിയായാലും വലിയ പള്ളിയായാലും ശുശ്രൂഷ ഒന്നു തന്നെയാണ്, അത് കർത്താവിൻ്റെയാണ്. സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും കഴുത്ത് വെട്ടിപ്പോകാമെന്ന സ്ഥിതിയിൽ ആണെങ്കിൽ പോലും വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിക്കരുത്. സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും വചനം പ്രസംഗിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും കടമയാണ്. പൗലോസ് തന്റെ അവസാനത്തെ സന്ദേശമായി പറയുകയാണ്, 6-ാം തിരുവചനം, ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു, എൻ്റെ വേർപാടിൻ്റെ സമയം ആഗതമായി, ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു, എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ പറയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.